ബിഗ് ബോസ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് 7ന്റെ പണിയല്ല മക്കളെ, അതൊരു 18ന്റെ പണിയാണെന്ന് പറയേണ്ടി വരും. അതുപോലത്തെ ഒരു 8ന്റെ പണി 18ന്റെ പണിയാണ് ബിഗ് ബോസ് ഫസ്റ്റ് ഡേ തന്നെ മത്സരാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്താണെന്നല്ലേ, ബിഗ് ബോസ് ഫസ്റ്റ് ഡേ തന്നെ ഇവർക്കൊരു ഗെയിം കൊടുത്തിരുന്നു. അതായത് ഇവരെ അകത്തേക്ക് കയറ്റുന്നതിന് മുമ്പ് തന്നെ ഇവർക്കൊരു ഗെയിം കൊടുത്തിരുന്നു. ആ ഗെയിമില് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അവരെ സഹായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. സ്വന്തം ഫോട്ടോ കണ്ടെത്തുക, അതായത് കണ്ണ് കെട്ടിയിട്ട് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് അവർ പോയി അവരുടെ ഫോട്ടോ കണ്ടെത്തി അത് കഴുത്തിലിട്ട് അവരുടെ കൈരേഖ പതിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. ആ ടാസ്ക് പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് അവർക്കൊരു 7ന്റെ പണി വരുന്നുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു. ആ 7ന്റെ പണിയാണെന്ന് എനിക്ക് തോന്നിയില്ല, അതൊരു 18ന്റെ പണിയായിരുന്നു. ഫസ്റ്റ് ഡേ മുതൽ അവർക്കിടയിൽ വഴക്കുണ്ടാക്കാനായിട്ട് ബിഗ് ബോസിന് ഇതിലും വലിയ പണി ഇനി കൊടുക്കാനില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നാളത്തെ പ്രമോ എന്ന് പറയുന്നത് ഉഗ്രൻ അടിയാണ്. സംഭവം ഞാൻ വിശദമായിട്ട് പറയാം. സംഭവം മറ്റൊന്നല്ല, ഈ ഒരു ഗെയിം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഗെയിം കഴിഞ്ഞതിന് ശേഷം അവിടെ ലാലേട്ടൻ എല്ലാവരുടെ ചോദിക്കുന്നുണ്ടായിരുന്നു, സ്റ്റേജിൽ വെച്ച് നിന്നുകൊണ്ട് തന്നെ, എന്തിനാണ് ഈ ഗെയിം കളിപ്പിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തോ പണിയാണെന്ന് മനസ്സിലായി, കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അവരുടെ ഗെയിമും കാണിച്ചു തരുന്നുണ്ടായിരുന്നു, ഓരോരുത്തർ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷെ ആരോടും പറഞ്ഞിരുന്നില്ല. ലാസ്റ്റ് എല്ലാവരും വീട്ടിലെത്തിയതിനു ശേഷം ബിഗ് ബോസ് അവരുടെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആ ഗെയിം നടത്തിയത് എന്തിനാണെന്ന് അറിയണ്ടേ, അതിന്റെ റിസൾട്ട് അറിയണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ അടുത്ത് റിസൾട്ട് പറഞ്ഞു. റിസൾട്ട് പറഞ്ഞപ്പോൾ അതിൽ വിൻ ചെയ്തിരിക്കുന്നത് 3 പേരാണ്. അതിൽ വിൻ ചെയ്തത് അതിൽ 1ാം സ്ഥാനത്തെത്തിയത് ആര്യനാണ്. ആര്യൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്, അതുപോലെ തന്നെ സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആര്യനാണ് 1ാം സ്ഥാനത്തെത്തിയത്. 19 സെക്കൻഡുമായിട്ട് 1ാം സ്ഥാനത്തെത്തിയത് ആര്യനാണ്. 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എനിക്ക് തോന്നുന്നു ആദ്യം 3 സ്ഥാനങ്ങളാണ് എടുത്തത്. ഇവർക്ക് 2 ഏകദേശം 29 സെക്കൻഡാണ് വന്നത്. ഒന്ന് ഷാനവാസും മറ്റൊന്ന് ബിന്നി സെബാസ്റ്റ്യൻ, സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യനും അതുപോലെ തന്നെ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ഷാനവാസും. ഇവര് 2 പേരുമാണ് പിന്നീട് എത്തിയ ആൾക്കാര്. അങ്ങനെ 3 പേരെ ബിഗ് ബോസ് അവിടെ തെരഞ്ഞെടുത്തു. 3 പേരെ സെലക്ട് ചെയ്തതിനു ശേഷം ബാക്കി ആർക്കും തന്നെ വിജയിച്ചിട്ടില്ല. ഇവരാണ് 3 സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളത്. ഇവർക്കൊരു സമ്മാനവും കൊടുത്തു ബിഗ് ബോസ്. എല്ലാവരുടെ പെട്ടികൾ വന്നിട്ടുണ്ട് സ്റ്റോർ റൂമിൽ എന്ന് പറഞ്ഞു. എല്ലാവരും പോയി പെട്ടികൾ എടുക്കുന്നു. പെട്ടികളിൽ എടുത്തതിന് ശേഷം അവർ പെട്ടികൾ തുറന്നപ്പോൾ കിട്ടിയത് കുറെ മരക്കഷ്ണങ്ങൾ, കുറെ ചാക്കുകൾ, പിന്നെ എന്തൊക്കെയാണ് അവർക്ക് കിട്ടിയതെന്നാണ് അവർക്ക് പോലും യാതൊരു അറിവില്ലെന്ന് തോന്നുന്നു. അതുപോലത്തെ സാധനങ്ങൾ ഒന്നും കിട്ടിയില്ല സത്യത്തിൽ. ഇവർക്ക് 3 പേർക്ക് ഒഴികെ, അതായത് ഇവര് 3 പേര് വിജയിച്ചവർക്ക് അവരുടെ ഫുൾ സാധനങ്ങൾ ബിഗ് ബോസ് കൊടുത്തു. എന്നാൽ അതിൽ വിജയിക്കാത്ത ബാക്കി എല്ലാവർക്കും 8ന്റെ പണിയായിട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഈ 3 പേർക്ക് വിജയിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ബാഡ്ജും കൊടുത്തു. ആ ബാഡ്ജ് കയ്യുമ്മേൽ കെട്ടണം എന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് അടുത്തൊരു ഓഫർ വെച്ചത് എല്ലാ മത്സരാർത്ഥികൾക്കായിട്ട്. മറ്റൊന്നുമല്ല, ഈ ബാഡ്ജ് വേണമെങ്കിൽ നിങ്ങൾക്ക് മോഷ്ടിക്കാം. മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവരുടെ പെട്ടി അവർക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ആ ബാഡ്ജ് കിട്ടുന്നവർക്ക് അവരുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടും. അതിനുള്ള അവസരമാണ് നിങ്ങൾക്കുള്ളത്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മോഷ്ടിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 3 പേരും ഇത് ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല, കയ്യിൽ കെട്ടിയിരിക്കണം എന്നാണ് റൂള്. സംഭവം എങ്ങനെയുണ്ട്? നൈസ് ആണല്ലേ? ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നാളത്തെ പ്രമോ വന്നിട്ടുള്ളത്. പ്രമോയില് പൊരിഞ്ഞടിയാണ് നാളെ നടക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത അടി. ഫസ്റ്റ് ഡേ മുതൽ അടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ബിഗ് ബോസേ, ഇതുവരെ ഇല്ലാത്തൊരു മറ്റൊരു ഗെയിമുമായിട്ടാണ് ബിഗ് ബോസ് ഇത്തവണ വന്നിട്ടുള്ളത്. എന്തായാലും ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ വരുന്നതെന്നുള്ളത്. ആ ഒരു വ്യത്യസ്തത നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് പൊരിഞ്ഞടി ബിഗ് ബോസിൽ കാണാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് നാളത്തെ പ്രമോ. ഒരു 1.5 പ്രമോ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നാളെ പൊരിഞ്ഞ യുദ്ധവും അടിക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ.